ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് 2 വർഷങ്ങൾക്ക് മുമ്പ് ജിദ്ദയിലെ ഈ സ്ഥലത്തേക്ക് ഞാൻ താമസം മാറുന്നത്. ജിദ്ദയിലെ ഷാറാത്തൗബ ഷറഫിയ ഭാഗത്തൊക്കെ താമസിച്ചവർക്കറിയാം, അവിടെ നിന്ന് ഈ റിഹാബ അസിസിയ ഭാഗത്തേക്ക് വരുമ്പം ഒരു മലയാളിക്ക് കുറച്ച് ബുദ്ധിമുട്ടനായിരിക്കും. ഷാറാത്തൗബയിൽ അത്രയും മലയാളി ഹോട്ടൽസ് ഉണ്ട്. എനിക്കാണെങ്കിൽ വൈകുന്നേരത്തെ ചായ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് പോകണം. അങ്ങനെ ഞാനും മക്കളും കൂടെ റൂമും മാറി അന്ന് രാത്രി ഇരുന്ന് സാറ്റലൈറ്റ് വ്യൂവിൽ ആദ്യം നോക്കിയത് മലയാളി ഹോട്ടൽസ് ഉണ്ടോന്നാണ്. ഞാനൊരു മെയ് മാസത്തിൽ 2024 മെയ് മാസം സമയത്താണ് ഇങ്ങോട്ടേക്ക് മാറുന്നത്. ആ ആഴ്ചയിലാണ് ഈ മലയാളി ഹോട്ടൽ ഓപ്പൺ ആവുന്നത്. പക്ഷേ ഇതിന്റെ പേര് കസമിയ എന്നായതുകൊണ്ട് തന്നെ എനിക്കിതത്ര ഫെമിലിയർ അല്ലായിരുന്നു. ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇങ്ങനെ ഒരു ഹോട്ടലിന്റെ പേര് ആരും പറഞ്ഞും കേട്ടിട്ടില്ലായിരുന്നു. ഒരു റെസ്റ്റോറൻറ്റിനെ ഇത്രയും ഇലാബറേറ്റ് ചെയ്ത് പറയണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എനിക്ക് അത്രയും ഒരു കണക്ഷനാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിനായിട്ട്. കാരണം ഞാനും മക്കളും മാത്രമുള്ളായിരുന്നു ആ സമയത്ത്. അന്ന് ഞാൻ കടന്നുപോയ ഓരോ ദിവസങ്ങളും എനിക്കങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്നതല്ല. അതിന്ന് എനിക്ക് ഒരുപാട് റിലീഫ് തന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഫുഡ് തന്നെയാണ്. ഫുഡ് എനിക്ക് ഭയങ്കര റിലാക്സേഷനാണ്. പലർക്കും പലതായിരിക്കും. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഫുഡ്, അതുപോലെ ഒരാൾ അറിഞ്ഞ് ഫുഡ് തരിക, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പോലെ കീപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാനത്. ഞാൻ ഏത് ഹോട്ടലിൽ പോയാലും ആദ്യം നോക്കാറുള്ളത് അവരുടെ ചായയും കാപ്പിയും ടേസ്റ്റ് ഉണ്ടോന്നാണ്. നമുക്കങ്ങനെ എല്ലായിടത്തെ ചായയും ഇഷ്ടപ്പെട്ടെന്നില്ല, പക്ഷെ ഇവിടുത്തെ ചായ എനിക്ക് ഇഷ്ടമാണ്. സ്നാക്സ് പിന്നെ വയനാടൻ ടേസ്റ്റ് ആണ്. ഇവര് മെയിൻലി വയനാടാണ്. മലപ്പുറംകാരിയായ എനിക്ക് മലപ്പുറത്തെ ഒരു മസാലയുടെ ടേസ്റ്റ് ആണല്ലോ കൂടുതൽ ഇഷ്ടപ്പെടുക. മലയാളികൾ എപ്പോഴും പറയുന്ന കാഡൻസിലെ ബീഫ് ബിരിയാണി പോലെ ഇവിടുത്തെ ബിരിയാണി എല്ലാം അടിപൊളിയാണ് കേട്ടോ. ബിരിയാണി, അതേപോലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഫ്രഷ് ആയിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇപ്പോൾ ഇവർക്ക് ഫാമിലി സെക്ഷനും ഉണ്ട്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ ഇവിടുത്തെ ഒരു സ്ഥിരം കുറ്റി ആയതുകൊണ്ടും ഇപ്പോൾ ഫാമിലി സെക്ഷന് മുകളിലും താഴേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ പാർട്ടിയൊക്കെ നടത്താനൊക്കെ പറ്റി. അതിനൊക്കെ പറ്റിയൊരു ആംബിയൻസും നല്ലൊരു സ്പേസും ഉള്ള ഒരു സ്ഥലമാണ്. ഞാൻ ഈ ഭാഗത്തേക്ക് റൂം മാറി വന്ന സമയത്ത് പുതിയ കിച്ചണും പുതിയ സ്റ്റവൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഐഡിയ കിട്ടാത്തതുകൊണ്ട് ഒരു കുക്കർ കരിയുന്നു, അടുത്ത കുക്കർ പൊട്ടിത്തെറിക്കുന്നു. ഇങ്ങനെയായിരുന്നു അന്നത്തെ എൻ്റെ ഒരു സിറ്റുവേഷൻ. അതും കഴിഞ്ഞ് ആ സിലിണ്ടർ കാലിയായപ്പോൾ അടുത്ത സിലിണ്ടർ വെക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. ബിൽഡിങ്ങിൻ്റെ ഹാരിസ് ഒക്കെ വന്ന് നോക്കി. അന്ന് അത് ഫിക്സ് ചെയ്യാൻ പറ്റിയതുമില്ല. പിന്നെ ഞാൻ ഡ്യൂട്ടിക്കും പോവും, മക്കളാണെങ്കിൽ റൂമിലും ഉണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നാട്ടിൽ നിന്ന് ഉമ്മാൻ്റെ വക ഫുൾ ചീത്തവിളിയായിരുന്നു. അങ്ങനെ ഒരാഴ്ചത്തേക്ക് ഞാൻ കിച്ചൺ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചുറ്റുഭാഗത്ത് വേറെ റെസ്റ്റോറൻറ്റ്സ് ഇല്ലാണ്ടൊന്നുമല്ല, മലയാളി ഹോട്ടലിനോടുള്ള എൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ.